Hello guys, welcome back to my YouTube channel and welcome to another episode of പോണ്ടിച്ചേരി Day 2. അപ്പോൾ നമ്മൾ പോണ്ടിച്ചേരിയിലെ രണ്ടാമത്തെ ദിവസം നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് ഏദൻ ബീച്ചിലാണ്. രാവിലെ 8:30 ആയപ്പോൾ തന്നെ നമ്മൾ ഏദൻ ബീച്ചിൽ പോയി. പക്ഷെ നല്ല വെയിലായിരുന്നു. രാവിലത്തെ 8:30 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സഹിക്കാൻ പറ്റാത്ത വെയിലായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു ഏദൻ ബീച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മാംഗ്രോവ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്കൂബ ഡൈവിങ്, സർഫിങ്, കയാക്കിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ആ രീതിയിലുള്ള ആക്ടിവിറ്റീസും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്കതിന് അത്ര താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ആ കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരുന്നത്. എന്തായാലും രാവിലെ തന്നെ ആയതുകൊണ്ട് വലിയ ക്രൗഡൊന്നും ഇല്ലാണ്ട് നമുക്ക് ആ ഒരു ബീച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അതിനുശേഷം നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു. സത്യം പറഞ്ഞാൽ അവിടെ എത്തിയിട്ട് ഫുഡൊന്നും അങ്ങനെ ശരിയായിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പോണ്ടിച്ചേരിയിൽ ചെന്ന് കയറിയപ്പോൾ തന്നെ നല്ല മുട്ടം പണി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേറെ വ്ളോഗിൽ എന്താണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ നമ്മളുള്ളത് പാരഡൈസ് ബീച്ചിലാണ്. നേരത്തെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഏദൻ ബീച്ചിലാണ്. അത് പാരഡൈസ് ബീച്ചിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കാണാവുന്ന ദൂരത്തിലുള്ള, പക്ഷേ നമ്മൾ 8 കിലോമീറ്റേഴ്സ് താണ്ടിതാ ഈ സ്കൂട്ടിയിൽ താണ്ടിയാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഗൈസ്. പാരഡൈസ് ബീച്ച് യഥാർത്ഥത്തിൽ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കവിടെ എൻട്രി ഫീ ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു ബാൻഡൊക്കെ കിട്ടും നമ്മൾ എൻട്രി ഫീ ഒക്കെ കൊടുത്താൽ. ഇവിടെ നല്ല വെയിൽ തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ പാരഡൈസ് ബീച്ചിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണ് ഏദൻ ബീച്ചുള്ളത്. പക്ഷേ നമുക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ടാണ് നമുക്ക് പാരഡൈസ് ബീച്ചിൽ എത്തേണ്ടി വരിക. ഈ ഒരു ബീച്ചിൽ ബീച്ച് വ്യൂ ആയിട്ട് കിട്ടുന്ന റിസോർട്ട്സൊക്കെ അവൈലബിൾ ആയിരുന്നു. നമ്മൾ നേരെ ചെന്നതായി ഈ ഒരു ഷെൽട്ടറിൻ്റെ താഴെ നമ്മളിരുന്നു. അവിടെ കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ണെറിഞ്ഞ് കളിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെ പ്രാന്താലേ മനുഷ്യന്മാർക്ക്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോന്നു. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു മീനിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മീനിനെ കാണുന്നത്. സൂചിമീൻ എന്നാണ് അത്ര ഇതിന് പറയുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു സയൻസ് സെൻറ്ററിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ അബ്ദുൽ കലാം സയൻസ് സെൻറ്റർ. ഈ ഒരു പ്രതിമയിലുള്ള ആൾക്കാരൊക്കെ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിതിലെ കുറച്ച് ആൾക്കാരെ മാത്രമേ എനിക്ക് അറിയുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ രീതിയിലുള്ള സയൻസ് സെൻറ്റേഴ്സിൽ പോവുക പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു മടുപ്പുണ്ടാക്കുന്ന കാര്യമാണ്. എനിക്കെന്തോ അത് എന്നെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഭാഗമല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ ആശയ്ക്ക് ഇതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ഇവിടെയുള്ള ഓരോ സീനുകളും അവന് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെ ശരിക്കും ഈ പറയുന്ന പോലെ മറൈൻ എക്കോസിസ്റ്റം കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ എക്സ്പെരിമെൻറ്റ്സ് നമുക്ക് ചെയ്തു വെക്കാനുള്ള പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കത് അത്ര അടിപൊളിയായിട്ട് തോന്നിയില്ല. ഇത് ഇഷ്ടമുള്ള ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ സയൻസ് സെൻറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡന് വിസിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്ലാൻ ഉണ്ടായിരുന്നത്. സയൻസ് സെൻറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 12 മണിയായിട്ടുണ്ട്. സയൻസ് സെൻറ്ററിൽ നിന്ന് കുറച്ച് ദൂരെയാണ് ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ടായിരുന്നത്. നമ്മുടെ കയ്യിലാണെങ്കിൽ 2 വീലറാണ് ഉണ്ടായിരുന്നത്. ആ ഒരു സമയമായിപ്പോയിത്തേനും പോണ്ടിച്ചേരിയിൽ അത്യാവശ്യം നല്ല ചൂടായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം നട്ടുച്ച സമയമാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാൻ ഒന്ന് നൈസായിട്ട് ചേഞ്ച് ചെയ്തു. വൈകുന്നേരം ബൊട്ടാനിക്കൽ ഗാർഡനിൽ പോവാം എന്നുള്ളതായിരുന്നു ഞങ്ങൾ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ വൈകുന്നേരം 5 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയുണ്ടായിരുന്നില്ല. ഞങ്ങൾ ബൊട്ടാനിക്കൽ ഗാർഡനിൽ ഇറങ്ങാൻ നേരം ജസ്റ്റ് ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കിയപ്പോഴാണ് വൈകുന്നേരം 5 മണി വരെ ഉള്ളൂ എന്നുള്ള കാര്യം അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബൊട്ടാനിക്കൽ ഗാർഡനിൽ പോയിട്ടുണ്ട്. പോണ്ടിച്ചേരിയുടെ ഒട്ടുമിക്ക സിഗ്നലിന് മുകളിലും ഇങ്ങനെ ഒരു ഗ്രീൻ മാറ്റ് നമുക്ക് കാണാൻ പറ്റും. അത് ശരിക്കും ഒരു ഗ്രീൻ സിഗ്നലിന് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു തണൽ പ്രൊവൈഡ് ചെയ്യാനാണെന്ന് തോന്നുന്നു. പിന്നെ അതേപോലെ തന്നെ അവിടെ ഒന്നും ഒരാളുടെ തലയിലും നമുക്ക് ഹെൽമെറ്റ് കാണാൻ പറ്റില്ല. അതിനുശേഷം നമ്മളൊരു വാഫിളൊക്കെ കഴിച്ചു. ബീച്ചിലൊക്കെ നോക്കിയിരുന്നിട്ടൊക്കെ കഴിച്ച്. സത്യം പറഞ്ഞാൽ പോണ്ടിച്ചേരി എത്തിയപ്പോൾ മുതൽ ഭയങ്കര ദാഹമാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കലായിരുന്നു. പിന്നെ അവിടുന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫ്രഞ്ച് കോളനിയിൽ പോയി. എനിക്ക് സത്യം പറഞ്ഞാൽ ഫ്രഞ്ച് കോളനി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമ്മൾ വേറെ ഏതോ ഒരു രാജ്യത്ത് പോയൊരു ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ ഉള്ളത്. സത്യം പറഞ്ഞാൽ പോണ്ടിച്ചേരിയായിട്ട് എനിക്ക് വേറൊരു ബന്ധം കൂടിയുണ്ട്. പി ജിക്ക് എനിക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദവശാൽ നമുക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് അന്ന് മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു പോണ്ടിച്ചേരിയിൽ വരണം എന്നുള്ളത്. പിന്നെ രാത്രി നമ്മൾ റോക്ക് ബീച്ചിലൊക്കെ പോയി. അവസാനം ഡിന്നറായിട്ട് നമ്മൾ ഫ്രൂട്ട് ബേയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. കിവി സ്ട്രോബെറി ചിയ പുഡിങ്ങും പിന്നെ സ്മൂത്തിയും ഫ്രഷ് ജ്യൂസും ആയിരുന്നു നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ Day 2 പോണ്ടിച്ചേരി ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.